നാടിനെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരൻ. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, എന്തായാലും ഇരട്ട കൊലപാതക കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്നാണ് വിധി വന്നിരിക്കുന്നത്. അപ്പോഴും കോടതിയിലെത്തി വെല്ലുവിളിക്കുന്ന ഒരു പ്രകൃതം, യാതൊരുവിധ കുറ്റബോധവും ഇല്ലാത്ത ഒരു രീതിയായിരുന്നു ഈ ഒരു ചെന്താമരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നിലവിൽ പ്രതികരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നാട്ടുകാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ സജിതയുടെ മക്കളുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും രീതിയിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതിന് ശേഷം ഈ ഒരു വിധി വന്നതിന് ശേഷമുള്ള പ്രതികരണങ്ങളൊക്കെ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഈ നാടിനെ നടുക്കി കേസിൽ പരമാവധി ശിക്ഷ ലഭിക്കണമെന്നതാണ് ഈ ചെന്താമര കൊലപ്പെടുത്തിയ സുധാകരൻ്റെ മക്കളുടെ ആദ്യ പ്രതികരണം. ഈ കൊലക്കേസിൽ 1.5 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ വിധി വരുന്നത് എന്നതാണ്. 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി സ്വദേശികളായിട്ടുള്ള സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടി കൊലപ്പെടുത്തുന്നത്. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു തുടരെയുള്ള 2ാമത്തെയും 3ാമത്തെയും കൊലപാതകം എന്നതും ഈ കേസിൽ നിർണായകമാണ്. ചെന്താമരയുടെ ഭാര്യ ഇദ്ദേഹത്തെ വിട്ടുപോകാൻ കാരണം ഈ സുധാകരനെയും ഭാര്യയും ആണെന്ന സംശയമാണ് ഈ സജിതയുടെ കൊലപാതകത്തിലേക്കും തുടർന്നുള്ള വൈരാഗ്യമാണ് ഈ സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. 2022 സജിത വധക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ഈ സുധാകരന്റെ വീടിന്റെ സമീപത്ത് തന്നെ താമസം തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ചെന്താമരയുടെ ഭാഗത്തു നിന്നും നിരന്തരമുള്ള ഭീഷണി അന്ന് പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ ഗൗരവത്തിൽ എടുത്തില്ല എന്നായിരുന്നു കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സുധാകരന്റെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുമെന്ന് പ്രതി ചെന്താമര നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം പോലീസിന് മുന്നിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് കുടുംബം തന്നെ നിരവധി തവണ നൽകിയിട്ടുള്ളത്. ഈ പരാതികളൊന്നും ഈ കുടുംബം നൽകിയ പരാതികളൊന്നും പോലീസ് മുഖവിലേക്ക് എടുത്തില്ല എന്നായിരുന്നു കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അന്ന് തന്നെ ഇത്തരത്തിൽ 2ഉം 3ഉം കൊലപാതകം നടന്നപ്പോൾ തന്നെ നാട്ടുകാരെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യ കൊലക്കേസിലെ പ്രതി ഈ ഇരയുടെ കുടുംബത്തിന് തൊട്ട് താമസം തുടരുന്നത് നാട്ടുകാർക്കിടയിലും വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. അത് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിലുള്ള ഒരു സുരക്ഷ ഈ ഇരയുടെ കുടുംബത്തിന് ലഭിച്ചില്ല എന്നത് അന്ന് വലിയ പ്രതിഷേധം തുടരുന്നു. അതിന് പിന്നാലെയാണ് 2025 ജനുവരി 27 2ാമത്തെയും 3ാമത്തെയും കൊലപാതകം നടക്കുന്നത്. ഈ കേസിൽ 132 സാക്ഷികളെയായിരുന്നു കോടതിയിൽ വിസ്തരിച്ചത്. 30-ലധികം രേഖകളും ചില ശാസ്ത്രീയ തെളിവുകളും മുണ്ടടക്കമുള്ള ശാസ്ത്രീയ തെളിവുകളും അന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 2025 ഫെബ്രുവരി 23 മുതൽ 2026 ഫെബ്രുവരി 23 മുതൽ മെയ് 6 വരെയായിരുന്നു ഈ കേസിൽ വിചാരണ നീണ്ടത്. 132 സാക്ഷികളിൽ 4 പേർ കൂറുമാറുന്ന സാഹചര്യം കൂടി ഈ നിർണായകമായ കേസിൽ ഉള്ളതാണ് എന്നതാണ് ലഭിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട വിവരം. ഈ ആദ്യ കൊലപാതകം നടന്നതിന് ശേഷമുള്ള അതേ മനോഭാവം തന്നെ അല്ലെങ്കിൽ മനോനില തന്നെയാണ് ചെന്താമര 2ാമത്തെയും 3ാമത്തെയും കൊല നടത്താൻ ഉണ്ടായത് എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം. അതിൽ തന്നെ അപൂർവമായ ചില സംഭവ വികാസങ്ങളും ഇന്ന് പാലക്കാട് ജില്ലാ സെഷൻസ് കോടതിയിൽ കണ്ടു. തനിക്ക് നേരെ വരുന്ന ആളുകളെ താൻ ഇല്ലാതാക്കും എന്നതാണ് ചെന്താമരയുടെ ആദ്യത്തെ പ്രതികരണമായി ലഭിക്കുന്നത്. അതിനുശേഷം തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും താൻ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുമെന്നതായിരുന്നു ചെന്താമര ഇന്ന് കോടതിയിൽ പറഞ്ഞത്. അങ്ങനെ അപൂർവമായി കോടതിയെയും ജഡ്ജിയെയും വെല്ലുവിളിക്കുന്ന ഒരു കൊടും ക്രിമിനലായിട്ടുള്ള ചെന്താമരയെ ഇന്ന് കോടതിയിൽ കാണാൻ സാധിച്ചു. എന്തായാലും കേരള മനസാക്ഷി ഞെട്ടിച്ച ഇരട്ടക്കൊല കേസിൽ ബുധനാഴ്ചയായിരിക്കും പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി വിധി പറയുക. അരുണിമ. അതെ, കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്നാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. എന്തായാലും ചെന്താമരയുടെ ശിക്ഷ എന്താണെന്നുള്ളത് ഇനി ബുധനാഴ്ചയാണ് അറിയാൻ സാധിക്കുക. വലിയൊരു കൊലപാതകത്തിന് ശേഷവും കോടതിയിൽ നാടകീയമായ രംഗങ്ങളൊക്കെയാണ് കാണാൻ സാധിച്ചത്. ആദ്യ പ്രതികരണം തന്നെ ഒരു വെല്ലുവിളിയുടെ ഭാഷയായിരുന്നു. 3 കൊലപാതകങ്ങൾ ചെയ്തിട്ടും യാതൊരുവിധ കുറ്റബോധവും ഇല്ലാതെ തന്നെയാണ് കോടതിയിൽ ഇയാൾ ഇനിയും മറ്റുള്ളവരെ കൊല്ലുമെന്നൊരു വെല്ലുവിളി കോടതിക്ക് മുന്നിൽ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു
ക്രിമിനൽ വാസന ഇയാൾക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചെന്താമര കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ചെന്താമരയുടെ ശിക്ഷാവിധി ബുധനാഴ്ചയാണ് ഉണ്ടാവുക. വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്.